തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗാധരൻ തന്റെ നാടായ നീലഗിരിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഗംഗാധരൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നോർത്തുകൊണ്ട് തന്നെ ശിവേട്ടനും രാജീവനും ഭയങ്കര ടെൻഷനിലായിരിക്കും. അവരുടെ മുഖത്തെ പേടി കണ്ടപ്പോൾ ഗംഗാധരൻ വളരെ ശാന്തനായി തന്നെ അവരെ ഉപദേശിച്ചു. എടാ, വൈജയന്തി എന്തെങ്കിലും പ്രശ്നമായി വന്നാൽ നീ അത് ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. നമ്മൾ അവളുടെ കൂടെയാണെന്ന് അവൾക്ക് തോന്നണം. പക്ഷേ നമ്മുടെ മനസ്സെപ്പോഴും ബാലചന്ദ്രനും അലീന മോൾക്കും ഒപ്പം ഉണ്ടാകണം. അലീന ബാലചന്ദ്രന്റെ മകളാണെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും വേണ്ട. ആ ഉറച്ച നിലപാടിൽ വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ. ഇത് കേട്ടതോടുകൂടി തന്നെ അവർക്ക് അല്പം ആശ്വാസം ലഭിച്ചു. ശേഷം ഗംഗാധരൻ തന്റെ അമ്മയെ കാണാൻ വേണ്ടി ചെന്നു. മുത്തശ്ശിയോട് പറഞ്ഞിട്ട് താൻ പോവുകയാണെന്ന്. ഗംഗാധരൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശി ഭയങ്കര സങ്കടമായി. മോനെ, ഇന്ന് തന്നെ പോകണമെന്നൊക്കെ ചോദിക്കാണ് മുത്തശ്ശി. മാലതിക്ക് വീട്ടിലേക്ക് വരാൻ ഞാൻ ചെല്ലേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് വൈജയന്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഗംഗാധരൻ കൂടെയില്ലാത്തത് മുത്തശ്ശിയെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞിരുന്നു. എന്നാൽ ശിവനും രാജീവനും താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഒന്നും പേടിക്കാനില്ലെന്നും പറഞ്ഞ് ഗംഗാധരൻ മുത്തശ്ശിയെ സമാധാനിപ്പിച്ചു. മുത്തശ്ശി തന്റെ നിസ്സഹായാവസ്ഥയും കമലയുടെ പെരുമാറ്റത്തെക്കുറിച്ചും അലീന വന്നതിനു ശേഷം തനിക്ക് കിട്ടിയ ആശ്വാസത്തെക്കുറിച്ചൊക്കെ വികാരധീരനായി കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ തനിക്ക് മടിയാണെന്നും താൻ ഈ ചതിയിൽ പങ്കാളിയാണെന്ന് അവൻ കരുതിയില്ല എന്നും മുത്തശ്ശി ആശങ്കപ്പെട്ടു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും വൈജയന്തി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മുത്തശ്ശി കടപ്പാട്ടൂരിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നും അലീന അവിടെ ഉള്ളപ്പോൾ അമ്മ സുരക്ഷിതയായിരിക്കുമെന്ന് ഗംഗാധരൻ ഉറപ്പുകൊടുക്കുകയാണ്. പോകുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രനുമായി വഴക്കിന് പോകരുതേ എന്ന് വൈജയന്തിയോട് പറയണമെന്നും അദ്ദേഹം അമ്മയെ ഓർമ്മിപ്പിച്ചു. ഗംഗാധരൻ പിന്നീട് നേരെ പോയത് കടപ്പാട്ടൂര് വീട്ടിലേക്കാണ്. അവിടെ വാതിൽ തുറന്നത് അലീനയായിരുന്നു. അലീനയെ കണ്ടപ്പോൾ, ഇനി മുതൽ എന്നെ സാറെന്ന് വിളിക്കണ്ട എന്നും നിന്റെ വല്യമ്മാവൻ ഞാനാണ്, അതുകൊണ്ട് എന്നെ വല്യമ്മാവൻ എന്ന് വിളിച്ചാൽ മതിയെന്നും പറയും. അദ്ദേഹം സ്നേഹത്തോടെ അങ്ങനെ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് അദ്ദേഹം മുകളിലെ മുറിയിലെ ബാലചന്ദ്രനെ കാണാൻ ചെന്നു. ബാലചന്ദ്രൻ അല്പം നിരാശയിലായിരുന്നു. ഗംഗേട്ടന് പോവാൻ വീടുണ്ട്, എനിക്കതില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ, നിനക്ക് 4 മക്കളുണ്ട്, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വാശി വെടിഞ്ഞ് വൈജയന്തിയോട് ഒന്ന് മയത്തിലൊക്കെ പെരുമാറിക്കൂടെ എന്ന് ഗംഗാധരൻ തിരിച്ചു ചോദിച്ചു. എന്നാൽ താൻ അനുഭവിച്ച 23 വർഷത്തെ ചതിക്ക് പകരം വീട്ടുമെന്നും പക്ഷേ വൈജയന്തി വീട്ടിൽ നിന്നും പുറത്താക്കില്ലെന്നും ബാലചന്ദ്രൻ വ്യക്തമായി പറഞ്ഞു. അലീനയെ സ്വന്തം മകളായി അംഗീകരിച്ച ബാലചന്ദ്രന്റെ വലിയ മനസ്സിനെ ഗംഗാധരൻ അഭിനന്ദിച്ചു. താഴേക്ക് വന്ന ഗംഗാധരൻ അലീന നൽകിയ ജ്യൂസ് കുടിക്കുകയും യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. പോകുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം അലീനയ്ക്ക് ഒരു പ്രത്യേക പൊതി സമ്മാനമായി നൽകി. 40 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് ഉറപ്പും അദ്ദേഹം നൽകിയിരുന്നു. സമ്മാനം താൻ പോയതിനു ശേഷം തുറന്നു നോക്കിയാൽ മതിയെന്നും അലീനയോട് പറഞ്ഞു. അങ്ങനെ ഗംഗാധരൻ പോയി കഴിഞ്ഞപ്പോൾ അലീന ആ ഒരു പൊതി തുറന്നു നോക്കി. അതിൽ മനോഹരമായ 2 ജോഡി ഡ്രസ്സും ഡയമണ്ട് നെക്ലസും മോതിരവും ബ്രേസ്ലെറ്റുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അലീനയുടെ കണ്ണ് മഞ്ഞളിച്ചു. അലീന അത്ഭുതപ്പെട്ടു പോയി. പണ്ട് ഹരി ഫാൻസി മോതിരം നൽകി പറ്റിച്ചത് അച്ഛൻ ഓർമ്മിപ്പിച്ചപ്പോൾ അലീനയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അച്ഛ, ആ വൃത്തികെട്ടവൻ്റെ പേര് ഇനിയും പറയല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവൾ പരിഭവിച്ചു. ഈ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അച്ഛൻ തന്നെ സൂക്ഷിച്ചു വെച്ചോളാൻ പറയാണ് അലീന. അടുത്തതായി മനു കടപ്പാട്ടൂരിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. മനുവിനെ കണ്ടപ്പോൾ അലീനയുടെ മുഖത്ത് സന്തോഷവും നാണവും വിരിഞ്ഞു. മനു ആദ്യം തന്നെ ബാലചന്ദ്രനെ കാണാൻ മുകളിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ വൈജയന്തിയെ പരിചരിക്കാൻ അലീനയെ വിടുന്നത് പ്രശ്നമാണെന്നും പകരം കൃഷ്ണമോളെ വിടുന്നതായിരിക്കും നല്ലത് എന്നും മനു നിർദ്ദേശിച്ചു. കൂടാതെ മുത്തശ്ശിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ബാലചന്ദ്രൻ അത് സന്തോഷത്തോടെ തന്നെ സമ്മതിക്കാണ്. മനു താഴേക്ക് വന്നപ്പോൾ അലീന കിച്ചണിൽ ഒരുപാടധികം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനു അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ, എന്താ മനുവേട്ടാ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നായി അലീനയുടെ ചോദ്യം. നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല പെണ്ണെ എന്ന മനുവിൻ്റെ മറുപടിയിൽ പ്രണയം തുളുമ്പിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അലീന. മനു അലീനയെ ചേർത്ത് പിടിക്കുകയും നീ എൻ്റേത് മാത്രമാണെന്നും നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞു. മനുവിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആ പ്രണയ നിമിഷത്തിൻ്റെ ഇടയിലേക്കാണ് കൃഷ്ണമോള് വരുന്നത്. ഇവിടെ എന്താ ഒരു റൊമാൻസൊക്കെ മണക്കുന്നുണ്ടല്ലോ എന്ന് കൃഷ്ണമോള് കളിയാക്കി ചോദിക്കുന്ന സമയത്തിന് അലീന ആകെ ചമ്മിപ്പോയി. ബാലചന്ദ്രൻ താഴേക്ക് വന്നപ്പോൾ കൃഷ്ണമോള് എല്ലാം പറയാൻ തുനിഞ്ഞുവെങ്കിലും അലീന ചായയും ജ്യൂസുമായി വന്ന് അവിടെ അങ്ങ് തടഞ്ഞു. തങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അച്ഛൻ കണ്ടോ എന്ന് മനുവിനും അലീനക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ ബാലചന്ദ്രൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരോട് പെരുമാറിയത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ മക്കളെ, എന്തിനും ഞാൻ നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ടാവും. ബാലചന്ദ്രൻ്റെ ഈ വാക്കുകൾ മനുവിനും അലീനക്കും കൃഷ്ണമോൾക്കും വലിയ ആശ്വാസവും സന്തോഷവുമാണ് നൽകിയത്. കടപ്പാട്ടൂർ വീടിൻ്റെ മുറ്റത്ത് ബാലചന്ദ്രൻ നൽകിയ ആ ഉറപ്പ് മനുവിനും അലീനയുടെ മനസ്സിൽ വലിയൊരു ഭാരം തന്നെ ഇറക്കി വെച്ചതുപോലെയായിരുന്നു. എങ്കിലും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു.
വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ഈ പടിവാതിൽ കടന്നു വരുന്ന ആ നിമിഷം മുതൽ കഥ അങ്ങ് മാറുമെന്ന് എല്ലാവർക്കും അറിയാം. അലീനയുടെയും മനുവിൻ്റെയും വരും ദിവസങ്ങളിലെ ജീവിതം ഇനി പ്രണയാർദ്രമായിരിക്കും. ആശുപത്രിയിൽ നിന്നും വൈജയന്തി വീട്ടിലേക്ക് എത്തുന്നത് തികച്ചും മാറിയൊരു ഭാവത്തിലായിരിക്കും. തന്നെ ചതിച്ച് ബാലചന്ദ്രന്റെ മകളായി വാഴുന്ന അലീനയെ ആ വീട്ടിൽ കാണുന്നത് വൈജയന്തിക്ക് സഹിക്കാനാവുന്നില്ല. ഓരോ നിമിഷവും അലീനയെ അപമാനിക്കാനും വീട്ടിൽ നിന്നും പുറത്താക്കാനും വൈജയന്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ മനു ഒരു വജ്രായുധം പോലെ തന്നെ അലീനക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ തൻ്റെ മൗനത്തിലൂടെയും കൃഷ്ണ തൻ്റെ സ്നേഹത്തിലൂടെയും അലീനയ്ക്ക് കരുത്ത് നൽകി. വീടിനുള്ളിലുള്ള ഈ കലഹങ്ങൾക്കിടയിലും മനുവും അലീനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുകയും ചെയ്തിരുന്നു. മനു തൻ്റെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ അലീനയെ കാണാൻ ഓടിയെത്തും. രാത്രി കാലങ്ങളിൽ ഫോണിലൂടെയുള്ള അവരുടെ ദീർഘ സംസാരങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും കഥയ്ക്ക് കൂടുതൽ മിഴിവ് നൽകി. അലീനയെ ഒരു IPS ഓഫീസറാക്കി മാറ്റുക എന്നത് മനുവിൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൾ കൂടുതൽ അടുക്കുകയും ചെയ്തു. അലീനയെ തകർക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിയും കമലയും കൈകോർക്കുന്നതാണ് പിന്നീട് കാണുന്ന ഘട്ടം. നീലഗിരിയിലെ മാലതിയെയും ഗംഗാധരനെയും ഇതിലേക്ക് വലിച്ചെഴുക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. മാലതിയുടെ മകളാണ് അലീന എന്ന സത്യം ഉപയോഗിച്ച് അലീനയെ ബാലചന്ദ്രനിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് അവർ പുതിയ കെണികളൊക്കെ ഒരുക്കാൻ തുടങ്ങി. എന്നാൽ ഗംഗാധരൻ നീലഗിരിയിൽ നിന്നും തിരിച്ചെത്തിയിട്ട് അലീനക്കായിട്ട് ഒരു സർപ്രൈസ് നീക്കം നടത്താൻ തന്നെ ചിന്തിക്കുന്നുണ്ട്. ഒടുവിൽ അലീന തൻ്റെ ഔദ്യോഗിക പദവിയിലേക്ക് ഉയരുന്ന ആ ദിവസം വൈജയന്തിയുടെ എല്ലാ ചതികളും നിയമപരമായി തന്നെ അലീനയ്ക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നു. മനുവിൻ്റെയും അലീനയുടെയും കല്യാണ നിശ്ചയം കടപ്പാട്ടൂർ വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ ബാലചന്ദ്രൻ തീരുമാനിക്കുന്നതോടുകൂടി തന്നെ കഥ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആവേശകരമായ ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഇങ്ങനെയുള്ള സീൻസൊക്കെ തന്നെയായിരിക്കും കേട്ടോ. ഒരുപാടധികം ത്രില്ലടിപ്പിക്കുന്ന നല്ല സൂപ്പർ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെ ഇനി മഴത്തോരു മുംബൈയിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.